വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അസ്അരിയ പബ്ലിഷിംഗ് ഹൌസിന്റെ 2 നൂതന സംരംഭങ്ങൾ. മക്ബറ ആചാരവും അനാചാരവും വീഡിയോ ഡോക്യുമെന്ററി. SYS സ്റ്റേറ്റ് പ്രസിഡന്റും കിടയറ്റ കർമ്മശാസ്ത്ര പണ്ഡിതനുമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുമായി ഖബർ സിയാറത്ത് തെറ്റും ശരിയുമെന്ന വിഷയത്തെ അധികരിച്ച അഭിമുഖം. രചന സംവിധാനം അഹമ്മദ് റമീസ് മാഹി. കോർഡിനേറ്റർ സിദ്ദിഖ് തിരുവനന്തപുരം, ഉസ്മാൻ തലക്കി. വിശുദ്ധ ഖുർആനിലുണ്ട് വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അദൃശ്യങ്ങളുടെ താക്കോല് അള്ളാഹുവിന്റെ അടുത്താണുള്ളത്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ അത് അറിയില്ല. ഇവിടെ വിളിക്കുമ്പോൾ അദൃശ്യല്ലേ? ആ ആയത്തിൽ ഇപ്പൊ ഏത് ഭാഗത്താണ് അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ വിളിച്ചാൽ ശിർക്കാകും എന്നത് ആ ആയത്തിന്റെ ഏതു ഭാഗത്താണ് പറഞ്ഞത്? ഒന്ന് അർത്ഥം വെക്കി, നമ്മൾ കൂടുതൽ ഇങ്ങനെ പരത്തണ്ട. ആ പറഞ്ഞ ആയത്തിന്റെ ഏതു ഭാഗത്തിലാണ് അമ്പിയാക്കന്മാരെ വിളിച്ചാൽ ശിർക്കാകും, ഔലിയാക്കന്മാരെ വിളിച്ചാൽ ശിർക്കാകും എന്ന് പറഞ്ഞത്? ഏത് ഭാഗത്താണ്? അതൊന്നും പറഞ്ഞത്. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമല്ലേ? നിങ്ങളെ വ്യാഖ്യാനോ ജിത്യാദോ ഗവേഷണമൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനു മാത്രമൊന്നും നമ്മൾ ഗവേഷണം ചെയ്യാൻ മാത്രമൊന്നും ആരും ആയിട്ടുമില്ല. അതല്ല നമ്മുടെ പ്രശ്നം. ഈ പറഞ്ഞ നിങ്ങൾ ഓതിയ ആയത്തിൽ അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ വിളിക്കുന്നത് ശിർക്കാണ് എന്നത് ഏത് വാചകത്തിന്റെ അർത്ഥമാണ്? ഇതാ നമുക്കറിയേണ്ടത്. വെറുതെ വ്യാഖ്യാനിക്കേണ്ട, നിങ്ങളും നമ്മളും ദുർവ്യാഖ്യാനിക്കേണ്ട. ഏത് ആയത്തിന്റെ, ആ ആയത്തിൽ പറഞ്ഞ ഏത് പദത്തിന്റെ അർത്ഥമാണ് അത് മാത്രം വിശദീകരിച്ചാൽ മതി. എന്നാൽ ബഹുമാന പണ്ഡിതനോട് ഞാൻ വേറെ ആയത്ത് പറയാം. ആ ആയത്തിനെ പറ്റി ആ ആയത്തിന് ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, ഇല്ലെങ്കിൽ ഇല്ല അറിയാം. അതല്ലേ ആ ആയത്തിൽ പറഞ്ഞാൽ നിങ്ങളെ ഭാഗവും പ്രസംഗവും വേണ്ട. നിങ്ങൾ ഓതിയ ആയത്തിൽ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഏത് വാചകത്തിന്റെ അർത്ഥമാണെന്നാണ് ചോദിച്ചത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. അല്ലാതെ വേറെ ആയത്ത് ഓതുന്നത് ഞങ്ങൾക്കറിയാം. ഓതിയ ആയത്തിൽ ഖുർആനിൽ നിന്ന് നിങ്ങൾ ഓതിയ ആയത്തിൽ അമ്പിയാക്കന്മാരോടോ ഔലിയാക്കന്മാരോടോ സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണ്. അല്ലാതെ ആയത്തിൽ അപ്രകാരം ഇല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് നിങ്ങളുടെ 2ാമത്തെ ആയത്തിലേക്കുള്ള ചാട്ടം കൊണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് 2ാമത്തെ ആയത്തിനെ കുറിച്ച് ചോദിക്കാം. ഇവിടെ 1ാമത്തെ ആയത്ത് തന്നെ പറഞ്ഞത് വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. ഗൈബല്ല അമ്പിയാക്കള് അല്ല പുണ്യാത്മാക്കളെ ഔലിയാക്കളെ പറ്റില്ല. ഗൈബ് അള്ളാഹിന് മാത്രമേ അറിയുള്ളൂ, നബിക്ക് പോലും അറിയില്ല. എന്നിട്ടാണ് അമ്പിയാക്കളെ ഇവിടെ ഏറ്റവും വലിയ നബിയാ, നബിക്കായിട്ട് ആരുള്ളൂ. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഗൈബ് അറിയോ? നമുക്ക് ചർച്ച ചെയ്യാം. ഓതിയ ആയത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിനാണല്ലോ നിങ്ങൾ ആയത്തോതിയത്. നമ്മളെ പ്രശ്നം അതായിരുന്നല്ലോ. അത് നിങ്ങൾ നടക്കരുത്. മടക്കണമ ചവിട്ടിമാതിരി പറ്റൂല. അവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്ത്, അവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്ത്, അത് പറ്റൂല. രണ്ടാലും ഒന്ന് തീരുമാനിക്കണം. നിങ്ങൾ ഓതിയത് മരിച്ചുപോയ മഹാത്മാക്കളായ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ഏത് കിതാബിൽ പറഞ്ഞു എന്നാ ചോദ്യം. അതിന് നിങ്ങൾ ഓതിയ മറുപടിയാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു വഇൻദഹു മഫാതിഹുൽ ഗൈബ് എന്ന ആയത്ത് തുടങ്ങിയ നിങ്ങൾ ഓതി. എന്റെ ചോദ്യം, ആ ആയത്തിൽ എവിടെയാണ് അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് എവിടെ പറഞ്ഞു? പോകട്ടെ, ആ ആയത്തിന്റെ ഏതെങ്കിലും ഒരു വിശദീകരണത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗൈബ് എന്താണെന്നോ അതാർക്കൊക്കെ അറിയാമെന്നോ? അതൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം, മറുപടി പറയാം, ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ ചോദിച്ച നിങ്ങൾ ഈ ഉദ്ദേശിച്ച ആശയം അത് ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇല്ലേ? ഇത് ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് വിശദീകരണങ്ങൾക്ക് ഞാൻ ഇനി ഒന്നതിലൂടെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടുന്ന് വിളിച്ചാൽ, ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചാൽ നേരത്തെ പറയില്ലേ, ഒന്ന് ശിർക്കും ഒന്ന് അല്ല 2ഉം തൗഹീദാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ റേഷൻ കാഫുകാരന് എന്തായി പിന്നെ മുസ്ലിം ആണെങ്കിലും കാഫിറാണെങ്കിലും വിളിച്ചാൽ കേൾക്കും. അല്ലെ കേട്ടാല് കേൾക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ വിളിക്കണേ. ഇത്രയും കാലം നിങ്ങൾ അരി വെച്ചാൽ അരി പടത്തും എന്ന് വിളിച്ചു വെച്ചാലോ. ഇതാ ഈ ആയത്താണ് ഞാൻ പറയുന്നത്. ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. ഇൻ തദ്ഊഹും നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം ലാ യസ്മഊ ദുആഅകും അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഊ
ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതുമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. ആ ആയത്ത് ഒന്നുകൂടി ചോദിച്ചോടെ, എന്നാ ജനങ്ങൾക്ക് തിരിയാൻ നല്ലതാണ്. ഈ ആയത്ത് നിങ്ങൾ ഓതിയത് എന്തിനാണ്? അതൊന്ന് പറഞ്ഞാൽ എന്തൊരു ഉദ്ദേശത്തിനാണ് ഇപ്പൊ ആയത്ത് ഓതിയത്? എന്നാലല്ലേ പല കയ്യിൽ ഉണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് വിശുദ്ധ ഖുർആൻ ഉള്ളതാണ്, നിങ്ങൾക്കറിയാം. ഉറപ്പാണ്, അത് സംശയം. വിശുദ്ധ ഖുർആനിൽപ്പെട്ട ആയത്താണ്, ഞാൻ അംഗീകരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. ലോകത്ത് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹു അക്ബർ, യാതൊരു സംശയവുമില്ല. അല്ലാഹു അക്ബർ. നമ്മളെ വിഷയം അതല്ല ഹബീബേ. ഇബാദത്തിന് അല്ലാഹു അല്ലാത്ത വേറെ ആരെങ്കിലും അർഹത ഉണ്ടോന്ന് ഞങ്ങൾക്ക് സംശയം തന്നെയില്ല. നമ്മുടെ വാദം അതല്ല. ആരാധനക്കറിയാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നെന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്, ഞങ്ങളും വിളിച്ചു പറയുന്നത്, ഞങ്ങൾ അതിനു വേണ്ടിയാ നിലകൊള്ളുന്നത്, അതാ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഓതിയ ആയത്ത് ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് പാടില്ല എന്നതിനാണെങ്കിൽ നമ്മൾ തർക്കിക്കുന്നില്ല. ആരാധന അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നേരത്തെ ഇവിടെ വിശദീകരിച്ചത്. നമ്മുടെ ചർച്ചയും തർക്കവും അതല്ല. മരിച്ചുപോയ മഹാത്മാക്കളോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണോ അല്ലേ? അതിലാണ് നിങ്ങൾ ആയത്ത് ഓതിയിരുന്നത്. ഇപ്പൊ ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് എന്നാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ വാദത്തിന്റെ നിങ്ങൾ പിൻവാങ്ങിയിട്ടാണോ പുതിയൊരു ചോദ്യം ഉന്നയിക്കുന്നത്? അതല്ല അതിനു വേണ്ടി തന്നെ ഓതിയതാണോ? ഇതാണ് ഞാൻ ചോദിച്ചത്. ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അർപ്പിക്കുക എന്നത് നമ്മുടെ തർക്കമേ അല്ല. അത് ഞങ്ങൾക്ക് തർക്കമില്ല. നമ്മുടെ വിഷയം അല്ലാഹു അല്ലാത്ത അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ശിർക്കാണ് എന്നതിനാണ് നിങ്ങൾ ആയത്തോന്നുന്നത്. അത് അതിലുണ്ടോ ഇല്ലേ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനല്ലേ? അല്ലാന്നതാണെന്നോ? അല്ല, മരിച്ചിൽ പറയാം. മറ്റേ നമ്മള് സ്വന്തം ദുർവ്യാഖ്യാനിക്കണ്ടല്ലോ. മരിച്ചുപോയവനെ ഉദ്ദേശിച്ച് അങ്ങനെ പറയാം. അപ്പൊ അല്ലാതെ ആരാധന അല്ലാഹു അല്ലാത്തവർക്കല്ല. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് തെറ്റാണെന്ന് അർത്ഥം. ശരി. അപ്പൊ അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിനാണ് നിങ്ങൾ ആയത്ത് ഓതിയത്, ഇതല്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹു അല്ലാത്ത അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലത്തെ ആളുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ആ ആയത്തിൽ എവിടെ പറഞ്ഞത്? ഇതാ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. നമ്മൾ വളരെ പ്രസക്താണ്, വളരെ വ്യക്തമാണ് ചോദിച്ചത്. എന്നാൽ അടക്കട്ടെ, നമ്മളെ ഓരോന്നോറും നമ്മൾ സൗഹാർദ്ദപരമായിട്ടാണ്. എന്താ പറയുക, ജനങ്ങൾ ഇത് ഇങ്ങനെ വട്ടം കറങ്ങും. മൈക്ക നിങ്ങളെ കയ്യിലും നമ്മളെ കയ്യിലും ഉള്ളൂ. ജനങ്ങളെല്ലാവരേക്കും മൈക്കല്ല. അപ്പൊ അവർ സത്യം മനസ്സിലായിക്കോട്ടെ. ഏതായത്തിൽ ഈ ആയത്തിൽ എവിടെയാണ് അത് അല്ലാഹു അല്ലാത്ത അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഈ ആയത്തിന്റെ ഏതു ഭാഗത്തിലാണ് പറഞ്ഞത്? എന്നാൽ നടത്തി അപ്പൊ മനസ്സിലായി. ഖുർആനിൽ എവിടെയാണ് അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തൗഹീദാന്ന് പറഞ്ഞത്? അങ്ങനെ ഉണ്ടെങ്കിലും എല്ലാവരും അത് നമുക്ക് രണ്ടാമത് പറയാം. നിങ്ങളിപ്പോ ഓതിയ ആയത്ത് നമ്മളെ ചർച്ച അതല്ല. നമ്മൾ കയ്യടി ഇസ്ലാമിക സംസ്കാരമല്ല. കയ്യടിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഇസ്ലാമിക സംസ്കാരം. കയ്യടി ഇസ്ലാമിക സംസ്കാരമല്ല. ഇമാം സെർക്കശി, ബദറുദ്ദീൻ സെർക്കശി, ഹിജറ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ബദറുദ്ദീൻ സെർക്കശിയുടെ അഭിപ്രായം അനുസരിച്ച് കയ്യടിക്കൽ ഹറാമാണ്. വഅലമു ഉമ്മത്ത മുഹമ്മദ്. ഷാഫി മദ്ഹബിലെ മറ്റൊരു അഭിപ്രായം അനുസരിച്ച് കറാഹത്തുമാണ്. ഏതായാലും അത് പുണ്യകരമാണെന്ന് ഒരു കിതാബിനും ഒരു ഖുർആനിലും ഒരു സുന്നത്തിലും പറഞ്ഞിട്ടില്ല. കൈയടിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഏതായാലും പറയുന്നത് നിങ്ങൾ ഓതിയ ഒരായത്ത് ഓതിയിട്ട് പിന്നെ ഞങ്ങൾ വേറെ ആയത്ത് ഓതമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിന് നിങ്ങൾ ആയത്തോതി. ആ ആയത്തിൽ എവിടെയാണ് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാലേ നമ്മൾ വിഷയം തീരുള്ളൂ. നിങ്ങളെ ആ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് വേണ്ടി ആയത്തോതാം. ആ ആയത്തിൽ ഈ അർത്ഥമുണ്ട് ഇത് പറയണം. എവിടെയാണതുള്ളത് എന്നാ ചോദിച്ചത്. എന്തൊക്കെ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇല്ലാതെ നമുക്ക് വിഷയം തീർക്കേ. നമ്മൾ വെറുതെ വട്ടം കറക്കണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഒക്കെ വിശദീകരിച്ചു തരും. എന്തൊക്കെ ഉണ്ട് തഫ്സീർ, അതിന്റെ ആയത്തൊക്കെ ഉണ്ട്. എന്നുള്ള ഈ അധ്യയന തഫ്സീർ നിങ്ങൾ വായിച്ചാണ്. അല്ല, അത് ഞാൻ പിന്നെ വായിച്ചു തരാം. നിങ്ങൾ ഉദ്ദേശിച്ച ആശയം നിങ്ങൾ പറഞ്ഞല്ലോ ശിർക്കാണ്. അത് ഏത് ഭാഗത്താ പറഞ്ഞത്? തഫ്സീറൊക്കെ ഞാൻ വിശദീകരിച്ചു തരാം. എന്റെ കയ്യിലുണ്ട്. ഈ കാണുന്നതൊക്കെ അതിന്റെ തഫ്സീറാണ്. ഒക്കെ ഞാൻ വിശദീകരിച്ചു തരും. അത് നമുക്ക് പറയാം. അത് ശിർക്കാണ് എന്നതിന് നിങ്ങൾ ഓതിയ ആയത്ത് വെറുതെ ഓതിയാ പോരല്ലോ. അതിലിത് ഉണ്ടാവണല്ലോ. എവിടെയാണ് ഇത് ശിർക്കാണെന്ന് പറഞ്ഞത്? നബിയോട് തന്നെ നിന്റെ സകല പ്രവർത്തനം നിങ്ങൾക്ക് ശബ്ദമുണ്ട് എന്ന് ഞാൻ അംഗീകരിച്ചു. പക്ഷേ വിഷയത്തിന് തെളിവാകൂല.
ശരിയാവൂല. നിങ്ങൾ ഇവിടെ പറയേണ്ടത് ഈ ആയത്തിൽ, നിങ്ങൾ ഓതിയ ആയത്തിൽ ശിർക്കാണ് അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ എന്ന് ഏത് പദത്തിന്റെ അർത്ഥമാണ്, എവിടെയാണ് പറഞ്ഞത്? ഇതാ ചോദ്യം. അതിന് മറുപടി പറയാം. വേറെ ആയത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ആ ആയത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ വേറെ ആയത്തോടാ, നമുക്ക് പ്രശ്നമില്ല. അതിന്റെ തഫ്സീർ ഞങ്ങൾ പറഞ്ഞു തരും. ഇതിന്റെ തഫ്സീർ എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറഞ്ഞ വാചകം നിങ്ങളത്ര ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഉറപ്പാണ്, തീർച്ചയായിട്ടും. അത് സംശയമില്ല, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അബദ്ധമൊക്കെ പറ്റുന്നത്. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ഇനി ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്ക് അർത്ഥം, നിങ്ങൾ ഓതിയ ലക്ഷ്യത്തിന് ആയത്ത് പര്യാപ്തമാണെന്ന് എനിക്കറിയില്ല എന്നാണ് സമ്മതിച്ചത് കൊണ്ട് ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം. കേട്ടുകൊള്ളുക. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഈ ആയത്ത് ഞങ്ങൾ പറയുന്ന വിശദീകരണമല്ല, പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്തു പറഞ്ഞു അതാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അത്രിയ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരുടെ തഫ്സീർ അൽ മുഹററുൽ വജീസ് എന്ന തഫ്സീറിന്റെ 13-ാമത്തെ വാല്യം 164-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ബയ്യന തആല, അല്ലാഹ് ഈ ആയത്തിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ബയ്യന തആല, അല്ലാഹു തആല വിശദീകരിച്ചു അംറൽ അസ്നാമി, വിഗ്രഹങ്ങളുടെ കാര്യത്തിനെയാണ് അല്ലാഹു വിശദീകരിച്ചത്. അതായത് ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞ, ഉസ്താദ് നേരത്തെ ചോദിച്ചല്ലോ, ഹും എന്ന് പറഞ്ഞ ആരാണ്, ആ ആരാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. ഇൻ തദ്ഉഹും എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ കുറിച്ചാണ്. വിഗ്രഹങ്ങളോട് ചോദിച്ചാൽ അവർ കേൾക്കില്ല, അതിലാർക്കും സംശയമില്ല. വിഗ്രഹങ്ങളോട് ചോദിച്ചാൽ കേൾക്കില്ല. ആയത്ത് തഫ്സീർ മുഹററുൽ വജീസ്. ഇനി ഹാഫിദ് ഇബ്നു കസീർ, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ, അദ്ദേഹം പറയുന്നു ഈ ആയത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് അൽ ആലിഹത്തല്ലദീ തദ്ഉനഹാ മിൻ ദൂനില്ലാഹി ലാ തസ്മഉ ദുആഅക്കും, അല്ലാഹു അല്ലാത്ത ഇലാഹുകളെയാണ്. അല്ലാഹു അല്ലാത്ത ഇലാഹുകളോട് വിളിച്ചാൽ, ഇലാഹുകൾക്ക് ഇബാദത്തെടുത്താൽ, അവരെ വിളിച്ചാൽ അവർ കേൾക്കൂല. അതിലാർക്കാ തർക്കമുള്ളത്? അദ്ദേഹം പറയുന്നു അന്നഹാ ജമാദുൻ ലാ റൂഹ ഫീഹാ, ആത്മാവില്ലാത്ത ജമാദുകളാകുന്നു എന്ന് പറഞ്ഞാൽ മരക്കഷ്ണങ്ങളാകുന്നു, അല്ലെങ്കിൽ തടികളാകുന്നു ഈ വിഗ്രഹങ്ങൾ, ഇലാഹുകൾ. അവർ കേൾക്കുകയില്ല, അതിലാർക്കും തർക്കമില്ല. ഇത് ഇബ്നു കസീർ തന്റെ തഫ്സീറിന്റെ 3-ാമത്തെ വാല്യം 559-ാമത്തെ പേജിൽ. അതെ. ഇനി ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി തന്റെ തഫ്സീർ റൂഹുൽ ബയാൻ 7-ാം വാല്യം 333-ാമത്തെ പേജിൽ പറയുന്നു, ഈ പറഞ്ഞ ആയത്ത് ഇബ്താലുൻ ലിമാ കാനൂ യഖൂലൂന ഇന്ന ഫീ ഇബാദത്തിൽ അസ്നാമി ഇസ്സതൻ, വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നതിൽ ഒരു ഇസ്സത്തുണ്ട് എന്ന് വാദിച്ചിരുന്ന മക്കാ മുശ്രിക്കുകൾക്ക് ഖണ്ഡനമായിട്ട് ഇറങ്ങിയതാണ് ഈ ആയത്ത്. റൂഹുൽ ബയാൻ 7-ാം വാല്യം 333-ാമത്തെ പേജ്. ഇങ്ങനെ തുടങ്ങി ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിന്റെ 26-ാമത്തെ പേജ് വാല്യം 12-ാമത്തെ പേജിൽ ഇത് പറയുന്നത് കാണാം. ഹാഫിദ് അബൂ ഹയ്യാൻ നഹദി തന്റെ തഫ്സീർ ബഹറുൽ മുഹീത്ത് 7-ാം വാല്യം 305-ാമത്തെ പേജിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലാ യസ്മഉ ദുആഅക്കും ലിഅന്നഹും ജമാദുൻ, അവർ ജമാദുകളാണ്, ജീവനില്ലാത്ത തടികളാണ്. അപ്പൊ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്ന ആളുകളെ കുറിച്ചാണ് ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് സുഹൃത്തെ. അതല്ലാതെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി വളരെ തഫ്സീറുകളിൽ ഇക്കാര്യം കാണാം. ബഹുമാനപ്പെട്ട ഇമാം ത്വബരിയുടെ ജാമിഉൽ ബയാൻ 10-ാം വാല്യം 404-ാമത്തെ പേജ്, ഷൗക്കാനിയുടെ ഫത്ഹുൽ ഖദീർ 4-ാം വാല്യം 425-ാം പേജിൽ വരെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബിയുടെ 14-ാമത്തെ അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ 14-ാം വാല്യം 215-ാമത്തെ പേജിൽ ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട്. സർവ്വ മുഫസ്സിറുകളും ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഈ ആയത്ത് കൊണ്ട് മരണപ്പെട്ടു പോയ മഹാത്മാക്കളായ ആളുകളോട്, അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ ഔലിയാക്കളോട് അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് സഹായം നൽകുമെന്ന വിശ്വാസത്തോടെ അവരോട് ചോദിക്കുന്ന സഹായമല്ല
ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഈ രൂപത്തിൽ വിധവികൾ ഓതുന്ന എല്ലാ ആയത്തിന്റെയും വിശദീകരണം എടുത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇക്കാര്യം വളരെ വസ്തുനിഷ്ഠമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്ത് ഇതേ ആശയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഇൻ തദ്ഉഹും മിനൽ ഹുദാ ലാ യസ്മഊ. അവർ നിങ്ങൾ വിളിച്ചാൽ, മുജാഹിദിന്റെ അർത്ഥപ്രകാരം വഇൻ തദ്ഉഹും അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഊ അവർക്ക് നിങ്ങളെ ദുആ കേൾക്കുകയില്ല. അതുകൊണ്ട് മരിച്ചുപോയ മഹാന്മാക്കളെ വിളിക്കാൻ പാടില്ല എന്ന് സാധാരണഗതിയിൽ മൗലവിമാർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിന്റെ ശരിയായ വ്യാഖ്യാനത്തിലും ഇപ്രകാരം പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ ആയത്തിന്റെ ഒക്കെ തഫ്സീറുകൾ എടുത്ത് പരതിയാൽ നിങ്ങൾ ചോദ്യമുണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ടായില്ല, പറയുന്ന മറുപടി കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു സന്മനസ് നിങ്ങൾക്ക് വേണം. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നത് നേരെ മറിച്ചാണ്. നിങ്ങൾ നോക്കൂ, തഫ്സീർ റൂഹുൽ ബയാൻ അതിന്റെ 3-ാമത്തെ വാല്യം 296-ാമത്തെ പേജിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞു, വഇൻ തദ്ഉഹും മിനൽ ഹുദാ ലാ യസ്മഊ. അവരെ നിങ്ങൾ വിളിച്ചാല് അവർ കേൾക്കില്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അയൽ അസ്നാമ, വിഗ്രഹങ്ങളെ കുറിച്ചാണ്, വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് എടുക്കുന്ന ആളുകളെ കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലാ യസ്മഊ, പരിശുദ്ധ ഖുർആനിൽ അവർ കേൾക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഐ ദുആഅക്കും, അവരെ വിളിച്ചാൽ, വിഗ്രഹങ്ങളെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല. ദുആഅക്കും, നിങ്ങളെ ദുആഇനെ അവർ കേൾക്കൂല. ഫളിൽ മുസാഅദതി വൽ ഇംദാദി, പിന്നെയല്ലേ അവർ സഹായിക്കൽ. അവർ വിളിച്ചാൽ കേൾക്കുകയില്ല വിഗ്രഹങ്ങൾ, എന്നിട്ടല്ലേ അവർ സഹായിക്കൽ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖി തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നു, വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാ. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം ശരിയായ രൂപത്തിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, പൂർവീക പണ്ഡിതന്മാർ പഠിപ്പിച്ച വ്യാഖ്യാനമാണ് ഞങ്ങൾ പറയുന്നത്. വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാ. ഈ പറഞ്ഞ ആയത്ത് അംബിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും റൂഹുകളിലേക്ക് മുന്നിടുന്നതിന്, അവരോട് സഹായം ചോദിക്കുന്നതിന് ഒരിക്കലും എതിരല്ല. അത് ഈ ആയത്തിന്റെ വ്യാപ്തിയിൽ പെടില്ല. ബഹുമാനപ്പെട്ട തഫ്സീർ റൂഹുൽ ബയാനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. മഹാൻ പറഞ്ഞു, ഫഇന്നൽ ഇസ്തിംദാദ മിൻഹും, അവരിൽ നിന്ന് സഹായം തേടൽ, അമ്പിയാക്കളിൽ നിന്ന് ഔലിയാക്കളിൽ നിന്ന് സഹായം തേടൽ, വത്തവസ്സുല ബിഹിം, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യലും, വല്ലിൻതിസാബ ഇലൈഹിം, അവരിലേക്ക് ചെന്ന് ചേരലുമൊക്കെ. അമ്പിയാക്കന്മാരുടെ അരികിലേക്ക് അവരോട് സഹായം ചോദിക്കുക, അവരുടെ മക്ബറയുടെ അരികിലേക്ക് പോവുക, അവരോട് സഹായം ചോദിക്കുക, അവരെ ഇടയാളനാക്കി അല്ലാഹുവിനോട് ദുആരക്കുക. ഈ പറയുന്ന പരിപാടിയൊക്കെ മിൻ ഹൈസു ഇന്നഹും മലാഹിറുൽ ഹകീം വമജാലി അൻവാരിഹി വമറായി കമാലാത്തിഹി വശുഫാഉഹു ഫിൽ ഉമൂരിൽ ലാഹിറത്തി വൽ ബാത്തിന, അല്ലാഹുവിന്റെ ആ താൽപര്യ ശഫാഅത്തിന് അർഹരായ ആളുകളാണ്, അവന്റെ പൊരുത്തപ്പെട്ട ആളുകളാണ് എന്ന അർത്ഥത്തിൽ അവരോട് സഹായം ചോദിക്കൽ ലഹു ഗായാത്തുൻ ജലീല, അതിന് വളരെ വലിയ ഫലമുണ്ട്, വളരെ വലിയ മഹത്വമുണ്ട്. മാത്രമല്ല വലൈസ ദാലിക ബിശിർകിൻ അസ്ലാ, അതൊരിക്കലും ശിർക്കല്ല, അതൊരിക്കലും ശിർക്കല്ല. ബൽ ഹുവ, ഇത് സമസ്തയുടെ പണ്ഡിതന്മാർ പറയുന്നതല്ല, തഫ്സീർ റൂഹുൽ ബയാൻ. നിങ്ങൾ ഇത്തരം ഖുർആൻ വ്യാഖ്യാനം കാണാത്തത് കൊണ്ടാണ് പാവപ്പെട്ട മുസ്ലിമീകളെ നിങ്ങൾ മുശ്രിക്കാക്കുന്നത്. ഞാൻ ഉറച്ചു പറയുന്നു, ബഹുമാനപ്പെട്ടവർ ഇതിൽ വിശദീകരിക്കുന്നത് വലൈസ ദാലിക ബിശിർകിൻ അസ്ലാ, അതൊരിക്കലും ശിർക്കല്ല. പിന്നെയോ ബൽ ഹുവ ഐനു തൗഹീദ്, അതാണ് തൗഹീദ്, അത് തൗഹീദിന്റെ ഐനാണ്, ശിർക്കല്ല. ഇത് സമസ്തയുടെ പണ്ഡിതൻ പറയുന്നതല്ല. തഫ്സീർ റൂഹുൽ ബയാൻ 3-ാം വാല്യം 296-ാമത്തെ പേജ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ബഹുദൈവാരാധകരെ നോക്കി അവരുടെ ചെയ്തികളെ നിഷേധിക്കും എന്ന് പറഞ്ഞത് ബിംബങ്ങളെ കുറിച്ചാവാൻ ഒരു സാധ്യതയുമില്ലല്ലോ. ഇവിടെ ശത്രുക്കളായി മാറുന്നത് ബിംബങ്ങളാണെങ്കിൽ ദുനിയാവിലെ ബിംബങ്ങൾക്കും വികാരങ്ങൾ ഉണ്ടെന്ന് പറയേണ്ടി വരും. ബിംബങ്ങൾക്ക് ഇഹലോകത്ത് ഒരു ഗുണവും, അതായത് ഒരു സിഫത്തും, പരലോകത്ത് മറ്റൊരു സിഫത്തും ഉണ്ടാവുകയില്ലല്ലോ എന്നും നിർജീവതയാണ് അതിന്റെ ഗുണം. അപ്പോൾ ഇത് മരിച്ച മഹാത്മാക്കളെ കുറിച്ച് അല്ലെങ്കിൽ മരിച്ച ആളുകളെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഏത് തഫ്സീറാണ് വായിച്ചത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം നൽകണ്ടി. ഏത് തഫ്സീറാണ് വായിച്ചത്?
ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം നിങ്ങൾക്ക് ചോദ്യമായിട്ടില്ല നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ കുറെ വായിച്ചു എന്നല്ലാതെ എന്ത് ചോദ്യം നിങ്ങൾ ചോദിച്ചത്? ബദിരന്മാരും ബിംബങ്ങളും മരിച്ചവരാണ് സാധാരണ കേൾക്കാത്തത്. ബദിരന്മാരോട് നമ്മൾ ആരും വിളിച്ചു പ്രാർത്ഥിക്കാറില്ല. ആര് പറഞ്ഞു? ആരെങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്? ആളുണ്ട്. ഞങ്ങൾ പറയട്ടെ. അങ്ങനെ തട്ടിപ്പിൽ വിടൂലത്, മനസ്സിലായില്ലേ? ബദിരന്മാരോട് ഒരാള് സഹായാണ് ചോദിച്ചു, അയാൾക്ക് ചൂട് കേൾക്കണില്ല. ചൂട് കേൾക്കാത്ത ആളാണ് ഈ ബദിരന്മാരെന്ന് പറയണത്. ഈ ബദിരന്മാരോട് ഒരാൾ സഹായം ചോദിച്ചു, അത് ശിർക്കാണെന്ന് ഏത് ഖുർആനിലാ പറഞ്ഞത്? ഏത് ഖുർആനിൽ പറഞ്ഞു അത് ശിർക്കാണെന്ന്? ഞാൻ ഈ തൂണിനോട് സഹായം ചോദിക്കുന്നു, ഒരു പക്ഷേ എനിക്ക് സഹായം കിട്ടിയില്ലെന്ന് വരും. ഞാൻ ചോദിച്ചത് ഈ തൂണ് കേട്ടില്ലെന്ന് വരും. അത് ശിർക്കാണെന്ന് പറയാൻ തെളിവെവിടെ? ശിർക്കാണെന്ന് പറയണമെങ്കിൽ ഈ തൂണ് സ്വയം പര്യാപ്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. ഇത് ആരാധനക്കർഹനാണെന്ന് വിശ്വസിക്കണം. ആ ബദിരനെ സംബന്ധിച്ച് അവൻ സ്വമതാണ് എന്ന് വിശ്വസിക്കണം. അവൻ സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിക്കണം. അപ്പോൾ മാത്രമേ ബദിരനോടുള്ള ചോദ്യം ശിർക്കായി മാറുകയുള്ളൂ. ചെവിട് കേൾക്കാത്ത ഒരു മനുഷ്യനോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ശിർക്കായി തീരുമെന്ന് ലോകത്ത് മുജാഹിദല്ലാതെ ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത് സംബന്ധമായി ഒട്ടനേകം പണ്ഡിതന്മാരോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തഫ്സീറിന്റെ നാമം പോലും കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതാണ് മുജാഹിദികൾക്കും പറ്റിയ സാധാരണ വിവരമില്ല എന്നുള്ളത്. അവർ അഫ്സറുടെ കോഴ്സിൽ പറഞ്ഞു കൊടുക്കണം 4 മൗലവിമാരെ 4 വരുന്ന 4 കിതാബിന്റെ പേരല്ലാതെ ലോകത്തെ കുറിച്ച് അവർക്ക് അറിയോ? എന്നിട്ട് നെല്ലിക്കുത്ത് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും കുതിരകാല നടക്കുന്ന അവരുടെ ചെരുപ്പിന്റെ ചുവട്ടിലെ മണ്ണെടുക്കാൻ പോലും കേരളത്തിലെ വിരോധികളെന്ന വസ്തുതകളുടെ തിരിച്ചറിവ് ഇനിയെങ്കിലും ചോദ്യകർത്താവിന് ഉണ്ടാവണം എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമേ പറഞ്ഞിരുന്നു, പണ്ഡിതന്മാരെ സംബന്ധിച്ച് ആരോപണം പറയരുത്. നിങ്ങൾ ഇസ്ലാമിക വിഷയങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മുജാഹിദ് പണ്ഡിതന്മാരെ ഒന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ തഫ്സീർ മദനരിയെന്ന് പറഞ്ഞിരുന്നു, അതെനിക്ക് ആ ഉദ്ധരണി കാണണം. പിന്നെ ഒപ്പം ഇപ്പോൾ കാണുന്നില്ല, ഉദാഹരണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് കണ്ടോളാം. ഇപ്പോൾ കൊടുത്തതിന് വേണ്ട ആവശ്യമില്ല. കണ്ടാൽ തന്നെ കൊടുത്താൽ ശരിയാ. പിന്നെ അത് സ്വകാര്യമാക്കാൻ അത് പരസ്യമായിക്കോട്ടെ. അല്ല, ആ തഫ്സീർ കണ്ടാൽ തന്നെ അതിന്റെ മുഖം അത് കണ്ടോ നോക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ കണ്ടാൽ തന്നെ അവരെ കണ്ടിട്ട് പറയാം അതുണ്ടോന്ന് അവർ നോക്കുക. തഫ്സീർ ഞാൻ പരിശോധിക്കാൻ നിശബ്ദത പാലിക്കണം. സദസ് നിശബ്ദരാവണം. വസ്തുത ചോദ്യകർത്താവ് വസ്തുതകൾ ഗ്രഹിക്കാനാണ്. നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ചത് പോലെ 122 പേജ് ഞാൻ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടോ? പൂജാർത്താവിന് അവധി അതിലേക്ക് അത് വായിച്ചാൽ വിശേഷമായിരുന്നു. ആയിരത്തി അത് വായിപ്പിക്കാൻ എന്നല്ല എന്തോ ചെയ്യുന്നത് നമ്മളെ പറയണ്ടെന്ന് അറിയാൻ ഒന്നാണ് വായിച്ചോട്ടെ. ഈ മുബസ്സിറിനെ സംബന്ധിച്ച് ഇതുപോലെ എത്ര യാഥാർത്ഥ്യവസ്ഥയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും. അപ്പൊ എല്ലാ അവസ്ഥയും നമ്മൾ അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. മുബസ്സിറിനെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പോൾ തന്നെ എത്ര ഈ പറഞ്ഞത് പതിലുണ്ടോ ചെയ്യുന്നപ്പോ നമുക്ക് ആദ്യം കേട്ടത് മുബസ്സിറിന്റെ കമ്പനില്ല നമുക്കറിയാം. ഈ പറഞ്ഞത് പതിലുണ്ടോ ചെയ്യുന്ന പറഞ്ഞു അതിൽ എന്തിനാ പറഞ്ഞില്ല അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ ഉണ്ടോ ആയിരത്തി ഒരു കാര്യം മനസ്സിലായി. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം എന്ന ഞങ്ങളുടെ അഭിമന്യ ഗുരു അത് വെറുതെ എഴുതിയതല്ല, അത് മനസ്സിലായി. അത് നേരത്തെ ഗ്രന്ഥങ്ങളിലും പൂർവിക ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞത് എഴുതിയതാണ്. പിന്നെ ഒരു തകരാറ് വരുമ്പോൾ ഞങ്ങളത് കണ്ടിരാൻ അതിനെ ഞങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്കൊന്നും അറിയല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ മുജാഹിദ് ആയത്. ഇവരെ പേരിക്കുമ്പോഴാണ് അതിന്റെ പേരാ മുജാഹിദ് എന്ന് നമ്മൾ കൂടുതൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് പറയേണ്ടതില്ല. അതിന്റെ പ്രാമാണികത പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. കോഴിക്കോടിന്റെ ഹൃദയഭാഗമായ മിഠായി തെരുവിൽ 3 നിലകളിലായി വ്യത്യസ്തവും വൈവിധ്യവുമായ വിശാലമായ വസ്ത്രശേഖരം. അൻവേർഡ് ഫാമിലി ബസാർ. സിൽക്സ് ആൻഡ് സാരീസ്, ഡ്രസ് മെറ്റീരിയൽസ്, കോട്ടൺ ഷർട്ടിംഗ്സ് ആൻഡ് സ്യൂട്ടിംഗ്സ്, ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, ഫുട്വെയർ.
Al World Family Bazaar, Puttana Compound, opposite Bidco Plastic, SM Street, Calicut. Al World Family Bazaar. പേര് ചൗക്കത്തലി, എടത്തനാട്ടുകര ഓർഫനേജിന് സമീപം വീട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയ റസൂലൻ ഇലാ ബനി ഇസ്രായേൽ എന്നല്ലേ. ബനി ഇസ്രായേലിലേക്ക് മാത്രം നിയോഗിച്ച ഒരു പ്രവാചകൻ എന്ന് ഖുർആൻ ഈസാ നബിനെ പരിചയപ്പെടുത്തുമ്പോൾ പിന്നെ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഈ ശരീഅത്തിനെ നടത്താൻ വേണ്ടി ഈസാ നബി വരിക എന്ന് പറഞ്ഞാൽ അത് എന്നിട്ട് മുഴുവൻ പറയട്ടെ. അത് മാത്രമല്ല, ഈസാ നബി വഫാത്തായി എന്നുള്ളത് 3-4 ആയത്തുകൾ കൊണ്ട് ഈ ഖുർആൻ പരിശുദ്ധ ഖുർആൻ തെളിയിക്കുന്നുണ്ട്. ഒരു സമയത്ത് പറയുന്നു, ഓ മറിയമിന്റെ മകൻ ഈസ, നിന്നെ നിന്റെ മാതാവിനെ 2 അരാജവാസികളാക്കി വെക്കുവാൻ നീയാണോ ഇവരോട് പറഞ്ഞതെന്ന് ക്രിസ്ത്യാനികളെയും ഈസാ നബിയെയും മറിയം ബീവിനെയും 2 വർഷത്താക്കി നിർത്തി ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈസാ നബി പറഞ്ഞ മറുപടി, ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു. നീ വലമാ തൗഫൈതനി, നീ എനിക്ക് വഫാത്ത് നൽകിയപ്പോൾ നീയാണ് അവരുടെ മേൽനോട്ടക്കാരൻ എന്നാണ് ഖുർആനിൽ അല്ലാഹു ഈസാ അലൈഹി ഇസ്ലാം പറയുന്നത്. വലമാ തൗഫൈതനി, ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു. അവർ വഴി പേച്ചിട്ടില്ല, അവർ സ്ത്രീത്വത്തെ അംഗീകരിച്ചിട്ടില്ല. വലമാ തൗഫൈതനി, നീ എനിക്ക് വഫാത്ത് നൽകിയപ്പോൾ നീയാണ് അവരുടെ മേൽനോട്ടക്കാരൻ എന്ന് പറയുമ്പോൾ ആ വഫാത്തായി പോയ ഈസാ നബി ഇനി 2ാം മുറി ഇവിടെ അവതരിക്കും എന്നാണോ? നമ്മളെ ചർച്ചപ്പങ്ങൾ ആകെ വഴിമുട്ടിക്കാണ്. ഒന്ന് നമ്മൾ ഓരോന്നോരോന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തത് ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയല്ലോ. അന്ത്യനാളോടുകൂടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും എന്ന് ഞങ്ങളും പറയുന്നു, നിങ്ങളും പറയുന്നു. അത് പുതിയ പ്രവാചകത്വമായിട്ടാണോ പഴയ പ്രവാചകനായിട്ടാണോ? ഇതാണ് ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ ഞങ്ങൾ പറയുന്നത് പഴയ രൂപത്തിൽ കിട്ടിയതാണ്, ഇതൊരു പുതിയതായി വരികയാണ് എന്നാണ്. പുതുതായി വന്നുകൊണ്ട് ഇവിടെ തൗഹീദ് പ്രബോധനം ചെയ്യും. അത് ശരിയാണ്. തൗഹീദ് പ്രബോധനം ചെയ്യുമ്പോൾ അത് റസൂലാവണ്ടേ എന്നാ നിങ്ങൾ ചോദിക്കുന്നത് മഹാവിഡിത്തമാണ്. ഞങ്ങളൊക്കെ ഈ പ്രബോധനം ചെയ്യും തൗഹീദാ. ഞങ്ങളൊക്കെ റസൂലും നബിയാ. എവിടുന്ന പുകൾ വരുന്നത്? ഞങ്ങൾ നബിമാരല്ല, റസൂലുമല്ല, ഉറപ്പല്ലേ? ഇവിടെ തൗഹീദിന്റെ പ്രചാരകരായി എത്ര ആളുകളുണ്ട്. ഓരൊക്കെ പ്രവാചകന്മാരാ. പ്രവാചകന്മാര് തൗഹീദ് പ്രബോധനം ചെയ്യും, അതിലാർക്കും തർക്കമില്ല. തൗഹീദ് പ്രബോധനം ചെയ്തവരൊക്കെ പ്രവാചകന്മാരല്ല. രണ്ടിന്റെയും ഇടയിലുള്ള നിസ്ബ മുത്തലക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മുത്തസാവിയാനി അല്ല, തസാവിയല്ല. അതായത് ഈ ഭാഗത്തുള്ള അത് ചെയ്യുന്നവരൊക്കെ റസൂലാണ് എന്നല്ല പറയുന്നത്. പിന്നെന്താണ്? റസൂൽ ഇങ്ങനെ ചെയ്യും, അത് ശരിയാണ്. റസൂൽ ഭക്ഷണം കഴിക്കും, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ റസൂലാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ എന്താ ഇത് ചെയ്യാം? അത് യാതൊരു ചികിത്സയില്ലല്ലോ. ഭക്ഷണം കഴിക്കും റസൂൽ, ശരിയാണ്. അതുകൊണ്ട് റസൂൽ അല്ലാത്തവരൊന്നും ഭക്ഷണം കഴിക്കില്ല എന്നതിനർത്ഥമുണ്ടോ? അർത്ഥമില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തിരുത്തേണ്ട ധാരണ ഞാൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞതനുസരിച്ചും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതനുസരിച്ചും ഖിയാമത്ത് നാളിന്റെ ഘട്ടമാകുമ്പോ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് പുതിയ നുബുവത്തുമായിട്ടല്ല. അങ്ങനെയാണെന്ന് ഖുർആനിലൂടെ ഹദീസിലൂടെ എവിടെയുമില്ല എന്നല്ല. നിങ്ങൾ ഓതിയ ആയത്തിൽ തന്നെ പറയുന്നത് അങ്ങനെയല്ല. റസൂലൻ ഇലാ ബനീ ഇസ്രായീല എന്നാ പറഞ്ഞതല്ലേ. കണ്ടോ, നിങ്ങൾ തന്നെ അറിയാതെ ആയത്ത് ഓതിപ്പോയി. ഞാൻ ആയത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു, എവിടെയാണ് ഇപ്പൊ ആയത്തിൽ? അപ്പോൾ ഞങ്ങളത് ഓതി തന്നത്. വലിയ സന്തോഷം. ശുക്രല്ലക്കും ജസാക്കുമുല്ലാഹു ഖൈറ. എന്താ പറഞ്ഞത്? റസൂലൻ ഇലാ ബനീ ഇസ്രായീല. ഖുർആൻ പറഞ്ഞത് അങ്ങനെ. നിങ്ങൾ ഈസാ നബി ബനൂ ഇസ്രായീലേക്ക് മാത്രമുള്ള റസൂലാണ്. അതന്നെ ഞങ്ങൾ പറഞ്ഞത്. ഇനി റസൂല് ഈ ഉമ്മത്തിലേക്കുള്ള റസൂലായിട്ടല്ല വരുന്നത്. പിന്നെയോ ഈ ഉമ്മത്തിന് റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരീഅത്തിനെ തജ്ദീദ് ചെയ്യുക, അതിന്റെ നവോത്ഥാനവുമായിട്ടാണ് കടന്നു വരുന്നത്. അതല്ലാതെ പുതിയ നുബുവത്തുമായിട്ടല്ല. ഇത് നിങ്ങൾ ഇരന്തിരിച്ചു മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയ്യിനാണ്, ഖാതമുൻ നബിയ്യിനാണ്, അവസാനത്തെ പ്രവാചകരാകുന്നു. അതിനുശേഷം ഈ പുതിയ പ്രവാചകന്മാര് വരില്ല. പിന്നെയോ പഴയ പ്രവാചകന്മാര് ചിലപ്പോൾ വരും. അതിന് നമുക്ക് കുഴപ്പമില്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന് കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. ഞങ്ങളും പറഞ്ഞത് തന്നെ. പൂർവിക പ്രവാചകന്മാർക്ക് ആവശ്യമായ ഘട്ടത്തിൽ സഹായിക്കാനും സഹകരിക്കാനും വരാനും ഒക്കെ കഴിയുന്ന ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ പഴയ കാലത്തുള്ള ഇബ്രാഹിം നബിയോ അല്ലെങ്കിൽ ഈസാ നബിയോ അല്ലെങ്കിൽ അതുപോലുള്ള മൂസാ നബിയോ മറ്റ് പ്രവാചകന്മാരൊക്കെ ഇവരൊക്കെ ഈ പിന്നീട് വന്നേക്കാം, യാതൊരു സംശയമില്ല. പക്ഷെ അവർ വരുമ്പോ പുതിയൊരു പ്രവാചകത്വമായിട്ടല്ല വരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി പ്രവാചകത്വത്തിന് പരിസമാപ്തി കുറിച്ചിട്ടുണ്ട്. ഇനി അവർ വരുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് അത് പുതിയ പ്രവാചകത്വവുമായിട്ടല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നൽകിയ സന്ദേശങ്ങൾ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി വരികയാണ്. അത് പുതിയ നുബുവത്തുമല്ല. അതുകൊണ്ട്
തന്നെ ഖാദിയാനികളുടെ വാദം ഇവിടെ വിലപ്പോവുകയില്ല. ഇത് നിങ്ങൾ ഇനം തിരിച്ച് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾ തവഫൈതരി എന്ന് 2-3 നിങ്ങൾക്ക് അറിയുന്ന 2-3 കുൽത്താന്തർ റഹീമ എന്നൊക്കെ പറഞ്ഞ 2-3 ആയത്തുകളുണ്ട്. ആയത്ത് ഖുർആനിലുള്ളത് തന്നെ. പക്ഷെ അതുകൊണ്ട് ഈസാ നബി മരിച്ചിരിക്കുന്നു എന്ന് ഇതിന് അർത്ഥമുണ്ട് എന്നൊരാളും പറഞ്ഞിട്ടില്ല. എന്നല്ല ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖുർആനിൽ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആയത്ത് വേറെയും വരും. അപ്പൊ നിങ്ങൾ കുടുങ്ങേണ്ടി വരും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാദിഹാ എന്ന് തുടങ്ങുന്ന ഖുർആനിലെ സൂക്തവും നിങ്ങൾ അർത്ഥം വെക്കേണ്ടി വരും. അപ്പൊ തവഫ എന്ന് പറയുമ്പോഴേക്ക് തന്നെ മരിച്ചു എന്നതിന്റെ അർത്ഥമില്ല. അങ്ങനെ അർത്ഥമുള്ള ഘട്ടമുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. തവഫ എന്ന പദത്തിന് മരിച്ചു എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വമാ ഖതലൂഹു വമാ സലബൂഹു. ആ ക്രിസ്ത്യാനികൾ ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിലേറ്റിട്ടുമില്ല. പിന്നെയോ പടച്ച തമ്പുരാൻ ഈസാ നബിയെ മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. മരിപ്പിച്ചിരിക്കുന്നു എന്ന് പടച്ചവൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പേരിൽ നിങ്ങൾ ആ പറഞ്ഞത് അത് ദുർവ്യാഖ്യാനമാണ് എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അതേക്കുറിച്ചൊരു തീരുമാനം എടുക്കണം. അതായത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി വരുന്നത് പുതിയ പ്രവാചകത്വമായിട്ടാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ എവിടെയും ഇല്ല. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഉള്ളതൊക്കെ എങ്ങനെയാണ്? ഈസാ നബി നിങ്ങൾ പറഞ്ഞതുപോലെ റസൂലന്നില ബനി ഇസ്രായേല, ബനു ഇസ്രായേലർക്ക് മാത്രമുള്ള റസൂലായിട്ടാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ഇനി വരുന്നത് പുതിയൊരു റസൂലായിട്ടല്ല. പിന്നെയോ മുമ്പ് കഴിഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിസാലത്തിലെയും അല്ലെങ്കിൽ ശരീഅത്തിലെയും നവോത്ഥാനവും അതിനെ തജ്ദീദ് ചെയ്യുന്ന പ്രക്രിയയുമായിട്ടാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്, പുതിയ നബിയായിട്ടല്ല. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇനി ചോദിക്കാവുന്നതാണ്. ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തി എന്നാണോ പറയുന്നത്, അതോ ഈസാ നബി മരിച്ചു എന്നാണോ നിങ്ങളുടെ അത് ഞങ്ങൾ രണ്ടാമത് പറയാം. നമ്മൾ ഈ നുബുവത്ത് മുമ്പാണോ ശേഷമാണോ അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് തീരുമാനമായിട്ട് ഓരോന്നോന്ന് തീരുമാനമാക്കിയാലേ ഇതാകെ പിടുത്തം വിടും. അപ്പൊ അതുകൊണ്ട് അതൊന്നും വൃത്തം വയ്ക്കാം. നുബുവത്ത് ആദ്യമുള്ള നുബുവത്തോ രണ്ടാമത് കിട്ടുന്ന നുബുവത്തോ എന്ന് പറയാം നമുക്ക് ആദ്യം. എന്നിട്ട് നമുക്ക് മരിച്ചു രണ്ടാമത് പറയാം. പറയൂ. നിങ്ങൾ ഓടി ആയത്തനുസരിച്ച് റസൂലന്നില്ല ബനു ഇസ്രായേല. ബനു ഇസ്രായേലർക്ക് നിങ്ങൾ അർത്ഥം അനുസരിച്ച് ബനു ഇസ്രായേലർക്ക് മാത്രമുള്ള റസൂൽ എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. ബനു ഇസ്രായേലർക്ക് മാത്രമാണ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഇല്ലാന്നാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഖുർആനൊക്കെ പറഞ്ഞത് അങ്ങനെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറഞ്ഞാൽ ബനു ഇസ്രായേലർക്ക് മാത്രമാണ്, പിന്നെ ബനു ഇസ്രായേലിക്ക് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ. അത്ര തന്നെ ഉള്ളൂ. ബനു ഇസ്രായേലർക്ക് മാത്രമായിട്ട് റസൂലായിട്ട് വന്നിട്ടുള്ളൂ. അതല്ലേ റസൂലായിട്ട് ബനു ഇസ്രായേലർക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നത് റസൂലായിട്ടല്ല. അതല്ലേ ഞങ്ങളും പറഞ്ഞത്. അപ്പൊ ഈസാ നബി വഫാത്തായി എന്നുള്ള വഫാത്തൊക്കെ ആണെങ്കിൽ എത്ര കെജണം, വഫാത്താണെങ്കിലൊക്കെ ഇനി എത്ര കെജണം. അതിന്റെ മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നടക്കാണ്ട് അതൊന്നും തീരുമാനാക്കിയിട്ടല്ല വഫാത്ത്. ഇതൊന്ന് തീരുമാനാക്കുക. ഈ രൂപത്ത് മുമ്പുള്ളതോ ശേഷമുള്ളതോ രണ്ടാമൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം. മുഹമ്മദ് നിങ്ങളിൽ ഒരു റസൂൽ മാത്രമാണ്, അദ്ദേഹത്തിന് മുമ്പുള്ള റസൂൽമാരെല്ലാം കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ മുഹമ്മദ് നബിയും മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇസ്ലാം നിന്ന് പിന്തിരിഞ്ഞു പോകുമോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ മുമ്പുള്ള റസൂൽമാരെല്ലാം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഒറ്റ റസൂലിൽ ബാക്കി പറഞ്ഞില്ല, ഈസാ എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ മുഹമ്മദ് നബിയും മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇസ്ലാം നിന്ന് പിന്തിരിഞ്ഞു പോകുമോ എന്നാണ് അവിടെ ആയത്ത് ചോദിച്ചത്. അതുകൊണ്ട് അങ്ങനെയല്ല, അവിടെ മുമ്പുള്ള റസൂൽമാരെല്ലാം മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഒരു എണ്ണത്തിന് അവിടുന്ന് മരിച്ചോ ജീവിച്ചോ രണ്ടാമത് പറയാം. ഞാൻ പറഞ്ഞാൽ മറുപടി കൂടെ റെഡിയല്ലേ? നിങ്ങൾ ബേജാറാണ്. നമുക്ക് ഒന്ന് തീരുമാനിക്കാം. നമ്മളിപ്പോ ആദ്യം കാണുന്നില്ലല്ലോ, ഇതിപ്പോ ഇഷ്ടംപോലെ നമുക്ക് വരുന്നതല്ലേ. നമ്മൾ പറഞ്ഞതൊന്നും തീരുമാനാക്കുക. ഈ രൂപത്ത് മുമ്പുള്ളതോ ശേഷമുള്ളതോ അതൊന്നും തീരുമാനമാക്കിയിട്ട് പിന്നെ മരിച്ചോ ജീവിച്ചോ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പുസ്തകത്തോട് ഞാൻ ഓരോന്ന് പറഞ്ഞ് റെഡിയാക്കി തരാം. ഇതൊന്നും തീരുമാനാക്കുക. നിങ്ങൾ ഓതി ആയത്തനുസരിച്ച് നുബുവത്ത് എന്നത് റസൂലുള്ളാഹിന്റെ മുമ്പുള്ള നുബുവത്തോ റസൂലുള്ള വഫാത്തായതിനു ശേഷമുള്ള നുബുവത്തോ ആണെന്ന് പറഞ്ഞാൽ പോരാ. ആണെങ്കിൽ ഖുർആൻ കൊണ്ട് തെളിയിക്കും വേണ്ടി പറയൂ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞൊരു കാര്യമില്ല. വെറുതെ ഇങ്ങനെ കുറെ പറയാം. ഞാൻ കുറെ പറയാം, നിങ്ങളും കുറെ പറയാം. അതിനർത്ഥമില്ലല്ലോ. ഈസാ നബി വഫാത്തായി വഫാത്താവത് കെട്ടേ. നമ്മളിപ്പോ പറഞ്ഞതൊരു തീരുമാനമാക്കുകയാണ്. ഞാൻ പറയുന്നത് എന്താ തിരുത്ര താല്പര്യമില്ലാത്തത്? ഈസാ നബി വഫാത്തായ കാരണത്താൽ ആ ഈസാ നബി ലോകത്തേക്ക് വരില്ല. വഫാത്തല്ലാത്തതുപോലെ വഫാത്തിന്റെ വർത്താനം ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് ഈ നുബുവത്ത് മുമ്പുള്ള നുബുവത്തോ റസൂലുള്ളാഹിക്ക് ശേഷം പുതിയതായി അള്ളാഹു അയക്കുന്ന നുബുവത്തോ രണ്ടാണെന്ന് പറഞ്ഞു. അത് തീരുമാനമായി എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. വഫാത്തിന്റെ കാര്യം തീരുമാനിച്ചിട്ട് അല്ലല്ല, വഫാത്ത് രണ്ടാമത്താണ്. ഒന്നാമത്തെ
ഒന്ന് കഴിഞ്ഞിട്ടാണ് രണ്ട് കഴിഞ്ഞിട്ടല്ലോ ഒന്ന്. നിങ്ങൾ അങ്ങനെ പറയണ്ടേ? ഒന്നിന്റെ മുമ്പുള്ള സംഖ്യ ഏതാണെന്ന് ചോദിക്കണമായിട്ടുള്ള ചോദ്യമാണ് ഇപ്പൊ നിങ്ങളാ ചോദിച്ചത്. ഒന്നാമത്തെ ഈ നുബുവത്ത് മുമ്പുള്ളതോ ശേഷമുള്ളതോ അത് തീരുമാനിച്ചിട്ട് നമുക്ക് വഫാത്ത്. നുബുവത്ത് കിട്ടി നബിയൊക്കെ ആയി വന്നതിന്റെ ശേഷം ഈ വഫാത്താകല്, ഇത് പേര് ജനിച്ചിട്ടല്ലേ വഫാത്താകല്, ഇത് ആർക്കാ തിരിയാത്തത്? അപ്പൊ ഈ ജനനം ഉണ്ടായിട്ട് ജീവിക്കട്ടെ, ജീവിച്ചിട്ട് മൂപ്പർ എന്താ എവിടുക്കാ എത്തുന്നത് നോക്കുക, എന്നിട്ട് ആ വഫാത്താകേണ്ട വിഷയം ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് അത് തീരുമാനിക്കാം. ഈ നുബുവത്ത് മുമ്പുള്ളതോ ശേഷമുള്ളതോ? കഴിയില്ല. അതിങ്ങനെ ഇതുമ്പോ ചേർന്ന ഞാൻ പറഞ്ഞു സാധാരണ മടക്കരമ ചവിട്ടിയ മാതിരിയാണ്. ഇവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്തും, അവിടെ ചവിട്ടുമ്പോ ഇവിടെ പൊന്തും. ഇങ്ങനെയാണ് ഈ ഉണങ്ങിയ മടക്കര, അങ്ങനെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊരു കുർത്തം വിടാതെ നുബുവത്ത് അറിയുമ്പോൾ മരണം അത് പിന്നെ അങ്ങനെ ആയിട്ടങ്ങനെ ഓടുന്നല്ലാതെ ഒരു കാദിയാനികൾക്കും അവരുടെ വാദം പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു നുബുവത്ത് ഈസാ നബിയോ നുബുവത്ത് മുമ്പുള്ളതോ ശേഷമുള്ളതോ ചോദിച്ചാൽ അപ്പൊ പറയും ഈസായും മരിച്ചില്ലേ. മരണം പിന്നല്ലേ, ജീവിതം തീരെ കഴിഞ്ഞിട്ടല്ലേ മരണം. അതിനെപ്പറ്റി മറുപടി ഉണ്ടാവില്ല. അപ്പൊ പറയാം അതല്ല, മരിച്ചോ ജീവിച്ചു, മരിച്ചത് ജീവിക്കട്ടെ. അതുകൊണ്ട് കാദിയാനി മീർസാ ഗുലാം അഹ്മദ് കാദിയാനി നബിയാകലെ എങ്ങനെ? ഈസാ നബി മരിച്ചിട്ട് വേണം ചിലക്ക് നബിയാണെങ്കിൽ. എന്താ ഈ പറയണത്? അപ്പൊ അതൊക്കെ വിടുവായുത്തമാണ്, വിഡിത്തമാണ്, ബുദ്ധിശൂന്യത കൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രസ്ഥാനം തന്നെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി എല്ലാവരെയും ഖേദപൂർവ്വം അറിയിക്കുന്നു. സൂര്യഭർത്താവ് ചോദ്യത്തിൽ നിന്ന് മാറിയതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ വശങ്ങൾ അറിയാത്തത് കൊണ്ടും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല, ക്രൂശിലേറ്റിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പച്ചയായി പറഞ്ഞതല്ലേ, അള്ളാഹു ഈസാ നബിയെ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈസാ നബി മരണപ്പെട്ടിട്ടില്ല. ഈസാ നബി ആകാശത്തിൽ അള്ളാഹു സംവിധാനിച്ച പ്രത്യേകമായ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിരാജിക്കുന്നു. അവസാന നാളാകുമ്പോൾ ഈസാ നബി പഴയ കാലത്തുള്ള നുബുവത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിന് തജ്ദീദ് ചെയ്യാൻ, അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരുമെന്നല്ലാതെ പുതിയ നുബുവത്തുമായി വരികയില്ല. അങ്ങനെ ഈസാ നബി മുമ്പ് വന്നാലും ശേഷം വന്നാലും എങ്ങനെയായാലും മീർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന മനുഷ്യൻ നബിയാവാൻ യാതൊരു ന്യായവുമില്ല. ഈ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഒന്നും കുറച്ചുകൂടി കണ്ടിട്ടാണോ കാര്യത്തിൽ വരാത്തോണ്ടായിരിക്കും. കുർത്തുബി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം കുർത്തുബിയാണ് പറയുന്നത്. നിങ്ങൾ എപ്പം പറയുന്ന കുർത്തുബി നിങ്ങൾക്ക് ഒരു കാസാനി മാത്രമല്ല ഇതിൽ പറയാനുണ്ടെന്ന് നമുക്കറിയാം. قال علماؤنا ولهذا قلنا لا يجوز منع المرأة من الحج ولا تمنع أيضا من الصلاة في المسجد ولا تمنع أيضا من الصلاة في المسجد. മസ്ജിദ് പള്ളിയിൽ നിങ്ങളെ സ്ത്രീകൾ പോകുന്നതിന് തടയരുതെന്നതാ കുർത്തുബി ഇമാം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മസാജിദുള്ള എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതിന്റെ അർത്ഥം വെച്ചാലോടുകൂടി നിങ്ങളിപ്പം പറഞ്ഞത് ഞങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞു. പറഞ്ഞാല് മുജാഹിദുകളല്ല, കുത്തുവിന്റെ കാലത്ത് ആ സംഘടന രൂപീകരിച്ചില്ല. വലിഹാദാക്കുല്ല നമ്മൾ പറയുന്നു ലാ യജൂസു മൻഉൽ മർഅത്തി, പെണ്ണിനെ തടയലിന് ജായിസാകൂല മിനൽ ഹജ്ജി, ഹജ്ജിൽ നിന്നും. വലാ തുംനഉ തടയപ്പെടരുത് അയിലം വീണ്ടും മിനസ്സലാത്തി നിസ്കാരത്തിൽ നിന്ന്. ഇനി പ്രാർത്ഥന ദിക്റെന്ന് അർത്ഥം വെക്കണ്ട. മിനസ്സലാത്തി ഫിൽ മസ്ജിദി, പള്ളിയിൽ നിസ്കരിക്കുന്നതിനെ തൊട്ട്. അതിന്റെ ബാക്കിയൊന്ന് വായിച്ചാൽ അത്രയും വായിച്ചാൽ മറുപടികൾ പറയുന്നത് ലായിലാഹ ഇല്ലല്ലാഹ് വായിച്ചിട്ട് ലായിലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറ്റി അള്ളാഹു ഇല്ല, ആരാധന ഇല്ല എന്ന് പറഞ്ഞ് മാത്രം ഒതുക്കിയാൽ സർവ്വ മുസ്ലിമുകളെ ഇല്ലേ ചോദ്യം. കുർത്തുബിയിൽ ഉണ്ട്. അതിന്റെ ശേഷം ഉള്ളതുകൂടി വായിക്കൂ. ഇതാ ഞാൻ പറയുന്നത്. കുർത്തുബിയിൽ അത്ര പറഞ്ഞല്ലോ. നമ്മൾ കുർത്തുബി കാണാറ്റൊന്നല്ലോ. കുർത്തുബിയിൽ അത്ര പറഞ്ഞത്. കുർത്തുബി അത്ര അല്ല പറഞ്ഞത്. നിങ്ങൾ കുർത്തുബി കണ്ടിട്ടില്ല. കുർത്തുബിന്റെ അവിടെ കുർത്തുബി നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ വായിക്കുന്നത് ആ പുസ്തകം നോക്കാം. അഭിപ്രായ പുസ്തകം നോക്കാൻ അത് അബ്ദുസലാസുല്ലയുടെ പുസ്തകമായിരിക്കും. അബ്ദുസലാസുല്ലയുടെ സ്ത്രീകളും ജുമുഅ ജമാഅത്തും എന്ന പുസ്തകമാണത്. പകുതി കട്ടിലിരിക്കുന്നു. പൂർത്തുകയാണിത്. ഇത് സാധാരണ ഞങ്ങളുടെ മുമ്പിൽ വലപ്പോവില്ല. പൂർത്തുകയില്ല എന്റെ കയ്യിൽ. മറുപടി ഞാൻ പറയുന്നു. പൂർത്തുകയിൽ അതിന്റെ ശേഷം ബാക്കി കൂടിയുണ്ട്. അതല്ലേ പൂർത്തുകയിൽ കാണാം. അത് ശരി. ഇത് ഞങ്ങൾക്ക് ആദ്യ അനുഭവമല്ല. ഇത് ഞങ്ങൾ പലപ്പോഴും കണ്ടതാ. പൂർത്തുകയില്ല.
പള്ളിയെ സ്ത്രീകൾക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം ഖുർത്തുബി അതിനുശേഷം എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയ ഭാഗം ബോധപൂർവം അബ്ദുസലാം സുല്ലമി എന്ന മുജാഹിദ് പണ്ഡിതൻ ബോധപൂർവം അതിൽ നിന്ന് എടുത്തു മാറ്റിയതാണത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം ഖുർത്തുബി എന്താണ് പറയുന്നത്? വലാ തുംനഉ അയ്ളൻ മിന സലാത്തി, സ്ത്രീയെ വിലങ്ങാൻ പാടില്ല. മിന സലാത്തി ഫിൽ മസാജിദി, പള്ളികളിലുള്ള നിസ്കാരത്തെ തൊട്ട് വിലങ്ങാൻ പാടില്ല. എപ്പോൾ? അത് ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണത്? മാലം യുഖത്ത് അലൈഹൽ ഫിത്ന, ഇല്ലെങ്കിലാണ് സ്ത്രീകളെ വിലങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോ ഫിത്ന ഇല്ലെങ്കിലാണ് വിലങ്ങരുത് എന്ന് പറഞ്ഞത്. അത് ഇമാം ഖുർത്തുബി പറഞ്ഞത് അബ്ദുസലാം സുല്ലമി ബോധപൂർവം കത്തിവച്ചിരിക്കുകയാണ്. എന്നിട്ട് അബ്ദുസലാം സുല്ലമിയുടെ പുസ്തകം അങ്ങാട്ട് തൊടാതെ വിടുങ്ങുന്ന ആളുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആകെ ഖുർത്തുബിയിൽ അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരുടെ മുമ്പിൽ അത് വിലപ്പോവുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്ന വിശുദ്ധ ഖുർആന്റെ വിശദീകരണം എടുത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ മുഹ്യദ്ദീൻ ഷെയ്ഖ് അതുപോലെ തന്നെ റിഫായി ഷെയ്ഖ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു രീതി തെളിവും അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് എനിക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കുക, അതുപോലെ ഒരു പൗരായത്തുകളും വലിയ അരിമാറ്റമുണ്ട്. അതിന് പേരിന്റെ അർത്ഥം ചോദിക്കാൻ പാടില്ല എന്നുള്ളത് അർത്ഥം വെക്കി. എനിക്ക് ഇബാദത്ത് ചെയ്യുക, എന്നോട് മാത്രം നിങ്ങൾ സഹായം ചോദിക്കുക എന്നല്ല ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥം. അങ്ങനല്ല, ആശയം അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് നിങ്ങൾ ചെയ്യുക, എന്നോട് മാത്രം നിങ്ങൾ സഹായം ചോദിക്കുക എന്നല്ല. അല്ല, അമ്രോ നെയ്യോ ദുആവെന്നല്ല. ഇയ്യാക നഅ്ബുദു, നിനക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഒരു പ്രതിജ്ഞയാണ്. അല്ലാതെ ചെയ്യുക, സഹായം ചോദിക്കുക എന്നല്ല. ഏതോ ആവട്ടെ, അർത്ഥം അങ്ങനല്ല, ആശയം അങ്ങനെ ആവട്ടെ. എന്നാൽ തന്നെ എന്താണ് ചോദിക്കണം? അതിലിപ്പോ എവിടെ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കാൻ പാടില്ല? അള്ളാഹ് പറഞ്ഞിട്ടില്ല എന്നോട് മാത്രം സഹായം ചോദിക്കാണ്, പിന്നെന്തിനാ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത്? അത് പിന്നെ വേറെ അർത്ഥമാണ്. എന്തിനാ പിന്നെ നിങ്ങൾ എന്നോട് മാത്രം സഹായം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെ എന്നോട് ചോദിക്കുന്ന അള്ളാഹോട് ചോദിച്ചാൽ അത് നേരത്തെ ചോദിച്ചാൽ എപ്പോഴും പറയാനുള്ളത് അങ്ങനെയല്ല. അല്ല, അങ്ങനെയല്ല. അപ്പുറം മാത്രം അങ്ങനെയല്ലാതെ അങ്ങനെയല്ലാതെ മൂപ്പറ വേലക്കൂടുന്ന പരിപാടിയാണ്. അപ്പൊ അത് അവിടെ അങ്ങനെയല്ല. അല്ല, അങ്ങനെയല്ല. എങ്ങനെയല്ല? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പ്രഖ്യാപിച്ച അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് എന്നോട് നിങ്ങൾ സഹായം ചോദിക്കാനുള്ള ആ പ്രഖ്യാപനം ഇത് പിന്നെ മറ്റു മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ രക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വേറെ എവിടെയും പറയുന്നില്ല. എന്തൊക്കെ എന്ന് പറഞ്ഞാൽ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ്. ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് 1000 ഉറുപ്പിക ആവശ്യമുണ്ടോ എന്ന് സങ്കല്പിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മുട്ടുന്നുണ്ടല്ലോ, വളണ്ടിയർമാരോട് നിങ്ങൾ വെള്ളം ആവശ്യപ്പെട്ടു. എന്തിന് പടച്ചവനോട് ആവശ്യപ്പെടാഞ്ഞത്? വയ്യാക്കനസ്തായി എന്ന് പറഞ്ഞാൽ പടച്ചവനെ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്നല്ലേ അർത്ഥം. പിന്നെ നിങ്ങൾ ആ വെള്ളം എന്തിന് വളണ്ടിയർമാരോട് ആവശ്യപ്പെട്ടു? അബൗദികമായ കാര്യങ്ങളാണ് അള്ളാഹോട് ചോദിക്കാനെന്ന്. അല്ല, അത് ഏതിന്റെ അർത്ഥം? അബൗദികമായത് അള്ളാഹോട് ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റൊക്കെ മറ്റുള്ള ചോദിക്കേണ്ടത് ഏതിന്റെ അർത്ഥം? ഇതിന്റെ പിന്നെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ച് ഒരു തഫ്സീർ പറഞ്ഞാൽ ഒറ്റ തഫ്സീറുകളൊന്നും പരിശോധിക്കണ്ട, ഒറ്റ ഒന്ന് പറഞ്ഞാൽ പല പരിഭാഷ പരിഭാഷ അല്ല. അപ്പോഴേക്ക് തഫ്സീർ തന്നെ പരിഭാഷ അല്ല, അതിന്റെ മലയാളത്തിലല്ല പരിഭാഷ അറിയാം. പരിഭാഷ പറഞ്ഞാൽ എഴുതുന്ന മൗലവിക്ക് തോന്നിയത് എഴുതുകയാണ്, അതിനാ പരിഭാഷ അറിയാം. ഏത് മൗലവി എഴുതുന്ന ആൾക്ക് തോന്നിയത് എഴുതാവുന്നതാണ് പരിഭാഷ. തന്നെയല്ലേ തഫ്സീറും? അല്ല, തഫ്സീർ അങ്ങനെയല്ല. അതാ തഫ്സീറും തമ്മിൽ വെച്ച തഫ്സീർ തന്നെ പ്രാമാണികമായി മുൻകാല അയിമത്തുകൾ, ഇമാമുകൾ, സഹാബത്ത് താബികൾ എന്ത് പറഞ്ഞു അത് രേഖപ്പെടുത്തലാണ് തഫ്സീർ. പരിഭാഷ തന്നെ തോന്നിയത് മൗലവിക്കും തോന്നിയത് എഴുതുക എന്നതാകുന്നു. എന്താ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ എല്ലാ തഫ്സീറും അംഗീകരിക്കുമോ? നിങ്ങളിപ്പോ പിന്നെ പറഞ്ഞ എല്ലാ തഫ്സീറും അംഗീകരിക്കും. പ്രാമാണിക പണ്ഡിതന്മാരുടെ പ്രബലമായ തഫ്സീറുകളൊക്കെ അംഗീകരിക്കും. കഴിഞ്ഞു എഴുതിയ ഊക്ക് ഞാൻ വയനാട്ടിൽ കല്യാണത്തിന് മര്യാദ വയനാട്ടിൽ കല്യാണത്തിന് പോകുമ്പോൾ വലിയ ഊക്ക് കല്യാണത്തിനാണ് വയനാട്ടിൽ പോയി വരുമ്പോൾ ചുരം കഴിഞ്ഞുമ്പോ എവിടുന്ന ഞാൻ വയനാട്ടിൽ നിന്ന് ആൾ കഴിഞ്ഞ ക്ഷീണിച്ച് ചൂട് അടഞ്ഞിട്ടുണ്ടാവും, മൂക്ക് അടഞ്ഞിട്ടുണ്ടാവും, ജലദോഷം പൊട്ടുപോലുണ്ടാവും എന്ന വാര്യ. ഏതായാലും അത് ഞാൻ ചോദിച്ചതിന്റെ ആശയം ഞാൻ വിശദീകരിക്കാം. വയ്യാക്ക റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വേറൊരാളോടും ഒരു സഹായവും ചോദിക്കാൻ പാടില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ
തഫ്സീറുകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ വയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു ഫീ ജമീഇ ഉമൂരിനാ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു പടച്ചവനെ. ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ എല്ലാ കാര്യത്തിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശക്കുന്ന നേരത്ത് ഭക്ഷണത്തിന് ഭാര്യയോട് ആവശ്യപ്പെടുന്നു, 1000 ഉറുപ്പിക ആവശ്യപ്പെടുമ്പോൾ സുഹൃത്തിനോട് ചോദിക്കുന്നു, റേഷൻ കടയിൽ പോയി സാധനം വസ്തു വാങ്ങിക്കൊണ്ടുവരുന്നു, ഇതൊക്കെ മറ്റൊരു സഹായം ചോദിക്കലാണ്. അതൊക്കെ ഈ ആയത്തിന് എതിരാവുകയില്ല. എന്തുകൊണ്ടാണ് എതിരാവാത്തത്? രോഗം വരുമ്പോൾ ഡോക്ടറോട് ചോദിക്കുന്നതും റേഷൻ കടയിൽ ചെന്ന് അരി ചോദിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള ഭാര്യയോട് ഭക്ഷണം ചോദിക്കുന്നതും ഒന്നും ഈ ആയത്തിന് എതിരാവാതിരിക്കാനുള്ള കാരണം എന്താ? അതൊക്കെ പടച്ചവൻ അനുവദിച്ച സഹായ കേന്ദ്രങ്ങളാണ്. പടച്ചവൻ വിലക്കിയ ചില സഹായങ്ങളുണ്ട്, അതിലേക്ക് പോകരുത്. മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥ എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹുവിന് പകരമായി പ്രതിഷ്ഠകളെ അവർ ലഭിച്ചിരുന്നു, ദൈവങ്ങളെ ഉണ്ടാക്കി, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ദൈവങ്ങളാക്കി ആ ദൈവങ്ങളോട് സഹായം ചോദിച്ചിരുന്നു. അപ്പോഴാ പറഞ്ഞത് പടച്ചവനെ, ഞങ്ങൾ നീ അല്ലാത്ത ദൈവങ്ങളോട് ഇലാഹുകളോട് സഹായം ചോദിക്കുന്നില്ല, ഞങ്ങൾ നീയാകുന്ന ഇലാഹിന് മാത്രമേ ആരാധിക്കുന്നുള്ളൂ, ആ ഒരൊറ്റ ഇലാഹിനോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ, വേറെ ഇലാഹിനോട് ഞങ്ങൾ ഒരു സഹായം ചോദിക്കുന്നില്ല. അപ്പൊ ഭാര്യയോട് ചോദിക്കുന്നത് ഭാര്യ ഇലാഹാണെന്ന് കരുതിയിട്ടല്ല, ഡോക്ടറോട് ചോദിക്കുന്നത് ഡോക്ടർ ഇലാഹാണ്, ദൈവമാണ്, ദൈവിക ഗുണങ്ങളുള്ള ആളാണെന്ന് കരുതിയിട്ടല്ല, അതുകൊണ്ട് തെറ്റുമില്ല. അപ്പൊ പാടില്ല എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും പാടില്ല, ചോദിക്കരുത്, പറയരുത് എന്ന് പറഞ്ഞത് ഏതിനെ കുറിച്ചാ? ദൈവമാണെന്നോ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തിരുന്നത് പോലെ സ്വയം കഴിവുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടുള്ള സഹായാർത്ഥന പാടില്ല. പിന്നെ പറ്റുമെന്ന് പറഞ്ഞതോ പടച്ചവൻ അനുവദിച്ച കേന്ദ്രങ്ങളുണ്ട്. പടച്ചവൻ അനുവദിച്ച കേന്ദ്രങ്ങളാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ. അവരൊക്കെ പടച്ചവൻ അനുഗ്രഹിച്ച കേന്ദ്രങ്ങളായതുകൊണ്ട് അവരോട് സഹായം ചോദിക്കാവുന്നതുമാണ്. ഇതാണ് ഈ വിഷയത്തിന്റെ മർമ്മം. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കുല്ലു നസ്റും മിൻ ഇന്ദില്ലാ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അല്ലാഹു തആലയുടെ അടുത്തുനിന്ന് മുഴുവൻ സഹായങ്ങളും എല്ലാവർക്കും കിട്ടുന്നതെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തന്നെ പറഞ്ഞു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനു ബി. എന്നോട് ചോദിക്കട്ടെ ആവശ്യമെന്തുണ്ടെങ്കിലും അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, നഹ്നു അഖറബു ഇലൈക മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ഗണ്ഡനാടിയേക്കാളും അടുത്തവനാണ് സർവശക്തനായ അല്ലാഹു. ഇങ്ങനെയുള്ള അള്ളാഹുവിനോട് നേർക്കുനേരെ ചോദിച്ചിട്ട് അവനാന്റെ വേവലാദികൾ അവനോട് മാത്രം അർപ്പിക്കുക എന്നല്ലാതെ മറ്റു മരിച്ചുപോയ പ്രവാചകന്മാരോട് എന്തിനു വേണ്ടി നമ്മൾ പറയുന്നു? മരിച്ചുപോയ പ്രവാചകന്മാരോട് സഹായം തേടണമെന്ന് കൽപ്പിക്കുന്ന ഒരായത്തെങ്കിലും സുന്നി പ്രസ്ഥാനത്തിന് ഉദ്ധരിക്കുവാൻ സാധിക്കോ? ഒരുപാട് കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം വിളമ്പിയിട്ട് കാര്യമില്ല. യഥാർത്ഥ സംഭവങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ആയത്ത് ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ വളരെ ഉപകാരമായി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഇപ്പൊ 2 കാര്യമാണ്. ഒന്നൊരായത്ത് ഓതി, എന്തിനാണ് അത് ഓതിയത് എന്ന് അറിയില്ല, എന്താണ് ആയത്ത് ഓതി അതൊന്ന് തീരുമാനിക്കാം. എന്നിട്ട് രണ്ടാമത്തെ ഒക്കെ ഞാൻ ഖുർആനും സുന്നത്തും മാത്രമേ പറയുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ആ ഒരു ആയത്ത് ഓതിയല്ലോ, എന്തിനാ അത് പറയും? എന്താണ് ലക്ഷ്യം? എന്ത് ആശയാണ് ഇപ്പൊ ആയത്തിലുള്ളത്? എല്ലാ സഹായവും അള്ളാഹുങ്കൽ നിന്നാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞല്ല, അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു മാത്രമല്ല, ഇപ്പൊ നിങ്ങളും പറഞ്ഞു. അള്ളാഹു പറഞ്ഞത് എടുത്തു പറഞ്ഞു. ആയിക്കോട്ടെ, അള്ളാഹു പറഞ്ഞു. ഈ പറഞ്ഞത് എല്ലാം അള്ളാഹുങ്കൽ നിന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തന്നെ പറഞ്ഞു, എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ. ഞാൻ നിങ്ങളുടെ ഗണ്ഡനാരിയേക്കാൾ അടുത്തവനാണ്, ഏറ്റവും അടുത്തവനാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കൂ. എന്തിനു മരിച്ചുപോയ മഹാന്മാരോട് നിങ്ങൾ ചോദിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ വകയാണ്. അവിടെ നമ്മളെ പ്രശ്നം. എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ എന്ത് പറഞ്ഞിട്ടില്ല. എന്തിന് നിങ്ങൾ മഹാന്മാരോട് ചോദിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ ഒരൊറ്റ ആയത്ത് കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. അതെ, ഇത് കുട്ടികളെ മുമ്പിലേ പലപ്പോഴുള്ളൂ. വഹാബികളെ മുമ്പിൽ ഇങ്ങനെ ആയത്തോട് അർത്ഥം പറയാൻ നടക്കും, വിവരമുള്ളവരുടെ മുമ്പിൽ നടക്കൂല. മനസ്സിലാണ്ടെങ്കിൽ അതാ പ്രശ്നം. നിങ്ങൾ പറഞ്ഞ ആയത്ത് ഏതിന്റെ അർത്ഥം? ഏത് പദത്തിന്റെ അർത്ഥപ്പാ പറഞ്ഞത്? ഏത്? എന്തിന് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് ഏത് പദത്തിന്റെ അർത്ഥം? അത് പറയും. നമ്മളെടുത്ത് വിലപ്പോവില്ല. സംഗതി രണ്ടാളും തീരുമാനിച്ചിട്ട് വരികയെന്നല്ലാതെ ചോദിക്കും. ജനങ്ങളെ വിഡ്ഢിയാക്കിയതുകൊണ്ട് കാര്യമില്ല. ജനങ്ങളെ വിഡ്ഢിയാവൂല. കാരണം അതെ എനിക്ക് പറയാനുള്ള, ജനങ്ങളെ വിഡ്ഢിയാക്കിയിട്ട് കാര്യമില്ല. ഏത് പദത്തിന്റെ അർത്ഥമാണ് നിങ്ങൾ ആ പറയുന്നത് എന്നാ ചോദ്യം. വളച്ചൊടിച്ചുകൊണ്ട് വളച്ചൊടിക്കരുത്. നേരെ ചൊവ്വയാണ്. ചെറുക്കാണ് അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കൽ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് നിങ്ങൾ ഓതിയ ആയത്തിന്റെ ഏതർത്ഥമാണ്, ഏത് പദത്തിന്റെ അർത്ഥമാണ് എന്നാ ചോദ്യം. അത്ര ചോദിച്ചിട്ടുള്ളൂ, വേറൊന്നും ചോദിച്ചിട്ടില്ല. ഭൗതികവും നിങ്ങളെ വ്യാഖ്യാനം ആവശ്യമില്ല, നിങ്ങളെ വിശദീകരണവും ആവശ്യമില്ല.
നിങ്ങൾ ഓതിയ ആയത്തിന്റെ ഏത് പദത്തിന്റെ അർത്ഥമാണ് അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഏത് പദത്തിന്റെ അർത്ഥമാണ് അത് മാത്രം പറയുക. ഇവിടുന്ന് പോയവനോട് കൽപ്പിച്ചതല്ല. അതൊന്നും നിങ്ങൾ അവർക്ക് വയലൊക്കെ നമുക്ക് പിന്നീട് പറയാം. പറഞ്ഞുതരാം. ഓ പറയും. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി വേണ്ട എല്ലാവരും 3 വട്ടം ആവർത്തിച്ചു. ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത് നിങ്ങൾ പറഞ്ഞത് അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കൽ ശിർക്കാണ് എന്ന്. ഈ ഓതിയ ആയത്ത് ഇതിന്റെ ഏത് പദത്തിന്റെ അർത്ഥമാണ് എന്നാണ് നമുക്കറിയേണ്ടത്. അത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ അറിയുക എന്ന് പറയാ, അല്ലെങ്കിൽ അങ്ങനെ ആയത്തിന് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. എന്തൊക്കെ ഞാൻ പറഞ്ഞ തെറ്റിയതാണെങ്കിൽ തെറ്റിയതെന്ന് പറയുക. 2-3 ജവാബല്ലാതെ ഉണ്ടാവില്ലല്ലോ. അത് പണ്ഡിതന്മാരുടെ വിശദീകരണം ഞാൻ പറഞ്ഞത്. എന്ത് ഏത് പണ്ഡിതന്റെ വിശദീകരണമാണ് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ സഹായം അള്ളാഹുവിൽ നിന്നാണുള്ളത്. അത് ഭൗതികവും അഭൗതികവുമായ ഏത് രൂപത്തിലാവട്ടെ എല്ലാ സഹായം അള്ളാഹുവിൽ നിന്നാണുള്ളത്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് നേരിട്ടാൻ ചോദിച്ചൂടെ? അല്ല ചോദിച്ചൂടെ, അത് നമുക്ക് അത് വിഷയം മാറല്ലേ, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ചോദിച്ചൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങൾ ഓതിയ ആയത്തിന്റെ ഏത് ഭാഗത്താണുള്ളത് ആ ചോദ്യത്തിന് മറുപടി പറയും. മറ്റേ നമ്മൾ രണ്ടാമത് പറയാം. തെളിവാണല്ലോ ഞാൻ നിൽക്കട്ടെ. നിങ്ങളിപ്പോ ഓതിയ ആയത്തിൽ ഏത് പദത്തിന്റെ അർത്ഥത്തിലാണ് ഏത് പദത്തിലാണ് ഇങ്ങനെ ശിർക്കാണ് എന്ന് ഏത് പദത്തിന്റെ അർത്ഥം അത് പറയും. വേറെ നമ്മൾ നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട. ഞാൻ എനിക്ക് വളർന്നല്ലോ നിങ്ങൾക്കും അള്ളാഹുത്താല പറഞ്ഞതാ. അള്ളാഹുത്താല പറഞ്ഞ് നിങ്ങൾ പറഞ്ഞതല്ല പറഞ്ഞത്, അത് വെറുതെ. എന്നാൽ അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആയത്തിലാണ് പറഞ്ഞത്? വിശദീകരണം പറഞ്ഞത് അത് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ വിശദീകരണം അല്ല നമുക്കറിയേണ്ടത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ പ്രാമാണിക മുഫസ്സിറുകൾ എന്ത് പറഞ്ഞു, ഇതാണ് നമുക്കറിയേണ്ടത്. അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നും പൊതുവെ അങ്ങനത്തെ വിശദീകരണം ഇവിടെ ആവശ്യമില്ല. അള്ളാഹു താല പറഞ്ഞത് വൈദാ സാലക ഇബാദി, എന്റെ അടിയാന്മാർ നിന്നോട് ചോദിച്ചാൽ അന്നി എന്നെ കുറിച്ച് ഫൈനി ഖരീബ്, ഞാൻ അടുത്തവനാണ്. ഉജീബ് ദഅവത്തദാഇ, എന്നോട് ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകും. യസ്തജീബു, അതുകൊണ്ട് എന്നോട് ചോദിക്കട്ടെ അവര്. വൽയുമിനു ബി, എന്നിൽ വിശ്വസിക്കട്ടെ അവര്. ഇതാണ് അള്ളാഹു താല പറഞ്ഞത്. അതുകൊണ്ട് അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഈ ആയത്തിൽ എവിടെ ഉള്ളത് മനുഷ്യന് മനസ്സിലാവും. എന്നോട് ചോദിക്കാം, അത് ശരി, ഞാൻ ഉത്തരം നൽകാന്ന് പറയുമ്പോ അമ്പിയാക്കളോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാ അതിന് മനസ്സിലാവുക. അത് നല്ല കാര്യമാണ്. എന്നപ്പോ ഈ പറഞ്ഞതൊക്കെ നേരത്തെ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, സ്വഹാബത്ത് ചോദിച്ചതൊക്കെ ഈ ഖുർആൻ ചെയ്യാത്തത് കൊണ്ടാണല്ലോ അല്ലേ? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചല്ലോ ഔദുൽ കലിമാത്തില്ലാഹി തആമാത്തി മിൻ ശർരി മാ ഖലഖ്. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയുന്നത്, ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഔദുൽ കലിമാത്തില്ലാഹി തആമാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി പറയുന്നു. നിങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നു, അത് പാടില്ല, അത് ശിർക്കാണ്, തെറ്റാണ് എന്ന്. അള്ളാഹുവിന്റെ റസൂല് ശിർക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് ഈ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന വിശദീകരണം റസൂലുള്ളാഹിക്ക് തിരിഞ്ഞില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ സ്വന്തമായ വ്യാഖ്യാനം ഇവിടെ ആവശ്യമില്ല. ഖുർആൻ എന്തു പറഞ്ഞു, ഹദീസ് എന്തു പറഞ്ഞു, മറ്റ് പൂർവിക പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ എന്തു പറഞ്ഞു, ഇതാണ് നമുക്കറിയേണ്ടത്. നിങ്ങൾ ചോദിച്ചോളി, ഒന്നും കാട്ടൂല നിങ്ങൾ. അത് വേറെ നിങ്ങളെ ചോദ്യം കേട്ടിട്ട് ആളുകൾ അന്നം വിടാം. അള്ളാഹുവിന്റെ അടിയാന്മാരെ എനിക്ക് വഴി കാണിക്കൂ. നിങ്ങൾ ചോദിച്ചതിന്റെ ചോദ്യോത്തരം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് ഏത് ആയത്തിൽ എവിടെ പറഞ്ഞത്? അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവില്ല. അത് മനസ്സിലാവൂല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ ഈ എന്ന് മനസ്സിലാക്കി ഇരുത്തി അവിടെ വെച്ചു. അള്ളാഹു റസൂലിന്റെ ഖുർആൻ ഇറങ്ങിയത് ജിബ്രീൽ റസൂലുള്ളാഹി തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്ത ആ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം റസൂലുള്ള പഠിപ്പിച്ച് കാണിക്കുന്നതോ അർവാഹുൽ ആലിയ, പരിശുദ്ധാത്മാക്കളോട് സഹായം ചോദിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ കാണിച്ചു എന്നത്. അപ്പൊ റസൂലുള്ളാഹിക്ക് തിരിയാത്തൊരു ശിർക്കാണ് നിങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നത്. അതാ ഞങ്ങൾ ഈ പറയുന്നത്. റസൂലുള്ളാഹി ചെയ്തത്, സഹാബത്ത് ചെയ്തത്, ഇമാമുകൾ ചെയ്തത് ഇവിടെ പറഞ്ഞു കേൾപ്പിച്ചു. അതാണ് ഞങ്ങൾ കാണിക്കുന്ന തൗഹീദ്. നിങ്ങളെ തൗഹീദോ നിങ്ങൾക്ക് മനസ്സിലായതാ. നിങ്ങൾ ഈ പറയുന്ന ഒരു ആശയം ഒരൊറ്റ പ്രാമാണിക പണ്ഡിതന്റെ വാക്കുകളെങ്കിലും ഉദ്ധരിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഖുർആൻ പോകട്ടെ, ഹദീസ് പോകട്ടെ, മറ്റൊക്കെ പോകട്ടെ, ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഇബ്നു തൈമിയ്യ അല്ലാത്ത മറ്റൊരു പണ്ഡിതൻ, ആധികാരിക പണ്ഡിതൻ ഇത് ശിർക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ കഴിയുമോ? വെറുതെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ഇങ്ങനെ വ്യാഖ്യാനിക്കണ്ട. പ്രാമാണിക പണ്ഡിതരുടെ പറഞ്ഞോ, ആയത്ത് പറഞ്ഞോളൂ, ഹദീസ് പറഞ്ഞോളൂ, സ്വീകാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ മൊഹീദ്ദീൻ ശൈഖ് രക്ഷിക്കണേ എന്ന് പറഞ്ഞതുപോലെ
പ്രവാചക പൂങ്കവൻ ഇബ്രാഹിം നബി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ? അതിനാ തെങ്ങായി ഇവിടെ തെളിവ് പറഞ്ഞത് ഔദുബി കരിമാത്തില്ലായി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ എന്നുള്ളത് പറഞ്ഞു. അതിന്റെ അടുത്താണ് ഇബ്രാഹിം നബി മാത്രമല്ല സകല നബിമാരും പെട്ടു. ഇനി ഒരു നബിയായിട്ട് മാത്രമാകണ്ട, അത് പറഞ്ഞാൽ പറയും മറ്റു നബിമാരുണ്ടോ? അപ്പൊ അതിനെ റസൂലുള്ളാഹി തങ്ങൾ ഔദുബി കരിമാത്തില്ലായി താമാത്തി മിൻ ശർരി മാ ഖലഖ്, ഒരു നബിയല്ല ഒരുപാട് അർവാഹുൽ ആലിയ എന്ന ഇമാം റാസി വിശദീകരിച്ച് റൂഹിനല്ല. അപ്പൊ ഒരു റൂഹല്ല ഒരുപാട് ആത്മാക്കളോട് നിങ്ങൾ ഒരു സംശയമായിട്ട് നിൽക്കണ്ട. ഇബ്രാഹിം നബി ഉണ്ടോ, നൂഹ് നബി ഉണ്ടോ, മൂസാ നബി ഉണ്ടോ, ഈസാ നബി ഉണ്ടോ എന്ന് ചോദിക്കണ്ട. എല്ലാ അർവാഹുൽ ആലിയത്തും പെട്ടു എന്നാണ് റാസി പറയുന്നത്. അതുകൊണ്ട് ഒരൊറ്റ ഇബ്രാഹിം നബിയിൽ മാത്രം ഒതുക്കണ്ട, പരിശുദ്ധാത്മാക്കളായ മുഴുവൻ ആളുകളോടും അള്ളാഹുവിന്റെ റസൂൽ സഹായം ചോദിക്കുന്നു. ഇമാം റാസി തഫ്സീറുൽ കബീർ 1-ാം വാല്യം 69-ാം പേജ്. ഇങ്ങനെയാണ് ഖുർആന്റെ ശരിയായ വ്യാഖ്യാനം. നബിയും സഹാബത്തൊക്കെ പഠിപ്പിച്ച വ്യാഖ്യാനം ഇതാണ്. നിങ്ങളുടെ സ്വന്തം വക വ്യാഖ്യാനം നമുക്ക് ആവശ്യമില്ല, മുസ്ലിം സമുദായത്തിനും അതിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് തിരിച്ചതാവൂല, മറ്റേ ആൾക്ക് തിരിയ, ഇയാൾക്ക് തിരിച്ചതാവൂല, മറ്റേ ആൾക്ക് തിരിയ. സ്വന്തം വ്യാഖ്യാനത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. സുഹൃതാക്കൾ എടുക്കാം. പുറകുന്ന് വന്ന വിറകിന്റെ കൊല്ലിന്റെ അടി തടുക്കാൻ സാധിക്കാത്ത അവരാണോ നമ്മൾ അഭൗതികമായ രൂപത്തിൽ വന്ന് സഹായിക്കാന്ന് പറയുന്നത്? അത് മഹാവിഡിത്താണ് നിങ്ങളാ ചോദിച്ചത്. അതായത് ഔലിയാക്കളോട് സഹായം ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ആളുകളാണോ അപ്പൊ നമ്മളെ സഹായിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എല്ലാവർക്കും അറിയാലോ ബാബരി മസ്ജിദ് ഡിസംബർ 6 ദുരന്ത. അള്ളാന്റെ സ്വന്തം ഭവനമാണ് പള്ളി എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ ആ പള്ളിക്ക് മുകളിൽ കയറി പള്ളിയുടെ മുഴുവൻ താഴികക്കുടവും പൊളിച്ച് നിരപ്പാക്കിയപ്പോ എല്ലാ കഴിവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച്. എന്തേ അള്ളാഹുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? അള്ളാന്റെ സ്വന്തം പള്ളി പൊളിച്ചപ്പോ, സ്വന്തം വീട് പൊളിച്ചപ്പോ, അള്ളാന്റെ സ്വന്തം ഭവനം പൊളിച്ചപ്പോ എന്തേ അള്ളാന്റെ കഴിവൊക്കെ പോവേ? അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അതൊക്കെ പ്രയോഗിക്കേണ്ട ചില സന്ദർഭമുണ്ട്, ചില അവസരമുണ്ട്, അപ്പൊ പ്രയോഗിക്കും. അത് അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അങ്ങനെ. അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോഴല്ല ഒരു കറാമത്തും മുഴുവത്തും ഉണ്ടാക്കുക. അതിനൊക്കെ ചില അവസരങ്ങൾ അവർക്ക് തോന്നണം, അപ്പൊ ഉണ്ടാക്കും ചെയ്യും. ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതന്നെയാണ് എന്ന് വാല മുഹമ്മദ്. സുന്നി കേരളത്തിന്റെ ആവേശവും മുജാഹിദ് പുരോഹിതരുടെ കണ്ണിലെ കരടുമായി മാറിയ സുലൈമാൻ സഖാഫി മാളിയേക്കൽ, അലവി സഖാഫി കുളത്തൂർ എന്നിവരുടെ പ്രൗഢോജ്വലമായ പ്രഭാഷണങ്ങൾ പ്രതീക്ഷിക്കുക അഷ്അരിയ പബ്ലിഷിംഗ് ഹൗസിൽ നിന്നും ഉടൻ തന്നെ. ഡയറക്ടർ